ആഗോള അയ്യപ്പ ഭക്ത സംഗമം കൊണ്ട് ഭക്തജനങ്ങൾക്ക് എന്തു ഗുണമെന്ന് പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി MRS വർമ്മ. ഭക്തജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്താൻ സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാകണം. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കണം. യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീംകോടതി സർക്കാരും ദേവസ്വം ബോർഡും നിലപാട് തിരുത്തണമെന്ന് MRS വർമ്മ പറഞ്ഞു. ഈ ആഗോള സംഗമം പമ്പയിൽ വെച്ച് നടത്തുമ്പോൾ അതുകൊണ്ട് ഭക്തജന സമൂഹത്തിന് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ഭക്തജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാകണം. മറ്റൊന്ന്, 2018 യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത ഭക്തജനങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ ഉടൻ തന്നെ പിൻവലിക്കണമെന്നാണ് പറയാനുള്ളത്. 2018 സുപ്രീം കോടതി വിധിയിൽ സർക്കാരും ദേവസ്വം ബോർഡും സ്വീകരിച്ചിരിക്കുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ അഫിഡാവിറ്റ് കൊടുത്ത് ഭക്തജന സമൂഹത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്കൊപ്പം നിൽക്കണമെന്നാണ് പന്തളത്ത് കൊട്ടാരത്തിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. നിലപാട് വ്യക്തമാക്കുകയാണ് പന്തളം കൊട്ടാരവും. മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, എന്താണ് അയ്യപ്പ ഭക്ത സംഗമവുമായി ബന്ധപ്പെട്ട പന്തളം കൊട്ടാരം വ്യക്തമാക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്? രോഹിണി, പന്തളം കൊട്ടാരം ഇക്കാര്യത്തിൽ കൃത്യമായി തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നതാണ്. പ്രധാനമായും ഒന്നാമത്, ഈ 2018 യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഭക്തർക്കെതിരെ നിരവധിയായിട്ടുള്ള കേസുകൾ സംസ്ഥാന സർക്കാർ എടുത്തിട്ടുണ്ട്. അതിന്റെ നടപടികൾ പല സ്റ്റേഷനുകളിലും തുടർന്ന് പോരുകയാണ്. ഈ കേസുകളെല്ലാം പിൻവലിക്കണം എന്നുള്ളതാണ് പന്തളം കൊട്ടാരം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം അയ്യപ്പ സംഗമവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകട്ടെ എന്ന് പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി MRS വർമ്മ വ്യക്തമാക്കുന്നു. 2018 ആവർത്തിക്കരുത്, 2018 സമാനമായ രീതിയിൽ ഭക്തജനങ്ങളെ വേട്ടയാടുന്ന സമീപനം ഇനി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നുള്ളതും പന്തളം കൊട്ടാരം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യമാണ്. രണ്ടാമതായി, ഈ എന്താണ് ഈ അയ്യപ്പ സംഗമം കൊണ്ട് സാധാരണ ഭക്തജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണമെന്ന് പന്തളം കൊട്ടാരം ചോദിക്കുന്നത്. കാരണം ഈ അയ്യപ്പ സംഗമത്തിന്റെ അജണ്ട എന്താണെന്നോ, ആരൊക്കെയാണ് പങ്കെടുക്കുന്നതെന്നോ, എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട പരിപാടികൾ എന്നുള്ളതോ ഒന്നും തന്നെ സംസ്ഥാന സർക്കാരോ ദേവസ്വം ബോർഡോ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഈ അയ്യപ്പ സംഗമം കൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഗുണം സാധാരണ ഭക്തജനങ്ങൾക്ക് എന്താണ് ഉള്ളത് എന്ന് വ്യക്തമാക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഉത്തരവാദിത്തമാണെന്നും അത് സാധാരണ ഭക്തജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും പന്തളം കൊട്ടാരം നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അറിയിക്കുന്നു. ഒപ്പം സുപ്രീം കോടതിയിൽ ഈ യുവതീ പ്രവേശനത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാർ ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരിക്കുന്നത്. അത് തിരുത്തണം. യുവതീ പ്രവേശനത്തിന് അനുകൂലമായ ആ നിലപാട് തിരുത്തിക്കൊണ്ട് ആചാര സംരക്ഷണത്തിന് അനുകൂലമായ രീതിയിലുള്ള പുതിയ നിലപാട് സുപ്രീം കോടതിയെ അറിയിക്കണം എന്നുള്ളത് പന്തളം കൊട്ടാരം ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അറിയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. പന്തളം കൊട്ടാരം എന്നും എപ്പോഴും ആചാര സംരക്ഷണത്തിന് ഒപ്പമാണ്, രാഷ്ട്രീയമില്ല. ആചാര സംരക്ഷണത്തിന് വേണ്ടി ഭക്തജനങ്ങൾക്കൊപ്പം പന്തളം കൊട്ടാരം എന്നും എപ്പോഴും ഉണ്ടാകുമെന്നും പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി MRS വർമ്മ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഭക്തജനങ്ങളുടെ അവരുടെ വിശ്വാസങ്ങൾക്ക് കോട്ടം തട്ടാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ ദേവസ്വം ബോർഡിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ് പന്തളം കൊട്ടാരത്തിന്റെ നിലപാട്. അപ്പോൾ ഭക്തജനങ്ങളുടെ അഭിപ്രായങ്ങൾ, വിശ്വാസങ്ങൾ ഇതെല്ലാം മാനിച്ചുകൊണ്ട് അവരുമായി കൂടിയാലോചനകൾ നടത്തിക്കൊണ്ട് ഭക്തജനങ്ങളെ കൂടി അവരുടെ വിശ്വാസങ്ങൾ, പ്രതികരണങ്ങൾ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പരിപാടിയായിരിക്കണം ദേവസ്വം ബോർഡ് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടത് എന്നുള്ളതും പന്തളം കൊട്ടാരം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യമായി ഉയർന്നു വരികയാണ്. എന്തായാലും ഇതേ കാര്യങ്ങൾ തന്നെയാണ് തുടക്കം മുതൽ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹൈന്ദവ സംഘടനകളും മുന്നോട്ട് വെക്കുന്നത്. ഇതുവരെയും ഈ ആഗോള അയ്യപ്പ സംഘത്തിന്റെ അജണ്ട എന്താണെന്നുള്ളത് സംസ്ഥാന സർക്കാരോ ദേവസ്വം ബോർഡോ വ്യക്തമാക്കുന്നില്ല. എന്താണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. 3000-ലധികം ആളുകളെ പങ്കെടുപ്പിക്കും എന്ന് പറയുന്നത് അത് ആരൊക്കെയാണ്, ഏതൊക്കെ പ്രതിനിധികളാണ്, ഏതൊക്കെ സംഘടനകളുടെ പ്രതിനിധികളാണ് എന്നുള്ള കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല. സമാനമായ പല കാര്യങ്ങളിലും ആശങ്കകൾ, അവ്യക്തത കുറവുകളെല്ലാം നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ പന്തളം കൊട്ടാരം ഈ കാര്യത്തിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഹൈന്ദവ സംഘടനകൾ, വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു ഐക്യവേദിയും ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളും ഒപ്പം BJP മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ, ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് എതിരെ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ, ഒന്ന് സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യം വെച്ചുകൊണ്ട് അയ്യപ്പസ്വാമിയും ശബരിമലയെയും മുൻനിർത്തിക്കൊണ്ട് ആഗോളതലത്തിൽ ഫണ്ട് ഉന്നമനം വെക്കുന്നതിനുള്ള ഒരു പരിപാടി, ഒപ്പം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഒരു ഗിമ്മിക്ക് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാന ആരോപണങ്ങളായി മുന്നോട്ട് വരികയും ചെയ്യുന്നത്. രോഹിണി. ശരി.
മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും എന്തിനാണ് ഈ അയ്യപ്പ ഭക്ത സംഗമം സർക്കാർ നടത്തുന്നത് എന്ന് തന്നെയാണ് പന്തളം കൊട്ടാരം ചോദിക്കുന്നത്. കാരണം ഇതിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ നേരത്തെ അയ്യപ്പ ഭക്തർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണം. അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിൽ സർക്കാരും ദേവസ്വം ബോർഡും നിലപാടും വ്യക്തമാക്കണം. അപ്പോൾ അതിൽ നിന്നൊന്നും ഒരു മാറ്റവുമില്ലാതെ വെറുതെ ഇങ്ങനെ ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിലുള്ള ഒരു പ്രഹസനം എന്തിനാണ് എന്ന് തന്നെയാണ് പന്തളം കൊട്ടാരവും ചോദിക്കുന്നത്. എന്തായാലും മിഥുൻ പറഞ്ഞ് നിർത്തിയെടുത്ത് തന്നെ നമുക്ക് തുടങ്ങേണ്ടിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ എന്തിനാണ് ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ സർക്കാർ ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിക്കുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യം.